ഹായ് ഐ ആം ഷെഫ് ലിഷൻ. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കിടലിന് ഒരു മെഴുക്ക് പുരട്ടി, ഒരു ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേറെ മെഴുക്ക് പുരട്ടിയുടെ പ്രിപ്പറേഷനോട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം മെഴുക്ക് പുരട്ടിക്കുള്ള കൂട്ട് ചതച്ചെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെയാണ് അല്പം വറ്റൽ മുളകും, പിന്നീട് അതിലേക്ക് അല്പം തൊലി കളയാത്ത നല്ല ഹോളോട് കൂടിയുള്ള ഗാർലിക്കും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതാണ് മെഴുക്ക് പുരട്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റി ആയ ഐറ്റം. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലെടുത്ത് നല്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ മിക്സിയുടെ ജാറിൽ നമ്മുടെ കൂട്ട് നല്ലപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് ക്രഷ് ചെയ്താൽ മതി. ഇതിൽ കൂടുതൽ അരയേണ്ട കാര്യമില്ല. ഓൾമോസ്റ്റ് ഈ ഒരു ടെക്സ്ചറിൽ നമുക്കിത് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. പിന്നീട് നമ്മൾ പാൻ വെച്ച് പാൻ നല്ലപോലെ ഹീറ്റായ ശേഷം അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ചൂടായ ശേഷം ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ചേർത്ത് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമ്മളിതിലേക്ക് വീണ്ടും ചേർക്കുന്നത് വെച്ചാൽ തേങ്ങാക്കൊത്താണ്. നല്ല തിന്നായി സ്ലൈസ് ചെയ്ത തേങ്ങാക്കൊത്തും ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്ത പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റുന്ന തേങ്ങ ജസ്റ്റ് ഒന്ന് ആ ഓയിലിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അല്പം വലിപ്പം കൂട്ടി കട്ട് ചെയ്ത് കുറച്ച് സബോള നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വളരെ തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട, ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത സബോള നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അപ്പോൾ ഇതുപോലെ വലിപ്പത്തിൽ കട്ട് ചെയ്താൽ മെഴുക്കുവരട്ടി ഇതുപോലെ വലിപ്പത്തിൽ കിടക്കുമ്പോൾ ജസ്റ്റ് നമുക്ക് കടിക്കാനൊക്കെ കിട്ടും. അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അതിനുവേണ്ടി നമ്മൾ ചില വലിപ്പത്തിൽ കട്ട് ചെയ്തിടുന്നത്. അപ്പോൾ സബോള ജസ്റ്റ് ഒന്ന് സോട്ടായാൽ മാത്രം മതി, കളറൊന്നും മാറേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന, നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മെഴുക്ക് പുരട്ടിയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നല്ലപോലെ ആ കൂട്ടിനെ ഈ സബോളയിലൊക്കെ പിടിക്കുന്ന രീതി നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇതെല്ലാം നല്ലപോലെ സബോള പിടിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കൊടുത്ത ശേഷം നമ്മൾ പിന്നെ ചേർക്കാൻ പോകുന്നത് വെച്ചാൽ കാശ്മീരി മുളക് പൊടിയാണ്. അല്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആ സബോളയിലൊക്കെ പിടിക്കുന്ന രീതി നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് നല്ലതുപോലെ ചേർത്ത് കൊടുത്ത ശേഷം ഈ ക്യാരറ്റിലേക്ക് നമ്മുടെ മസാലകളെല്ലാം പിടിക്കുന്ന രീതി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ മറിച്ചിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിൽ ആ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മസാല മുഴുവൻ ക്യാരറ്റിൽ പിടിപ്പിച്ചിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്, കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം കൈവെള്ളം, കുറച്ച് വെള്ളം നൈസായിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ഇത് വേവിക്കാൻ ഒരു 10 മിനിറ്റ് നമുക്കിത് മൂടി വെച്ചൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. പത്ത് മിനിറ്റ് ശേഷം നമ്മൾ മൂടിയൊക്കെ തുറന്ന് നോക്കുക. ഇതിൽ നല്ലപോലെ വെള്ളം പറ്റി സെറ്റായിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ല. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഉപ്പ് ഇതിലെല്ലാതെ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും നമ്മുടെ ക്യാരറ്റിനൊന്ന് വേവിക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്, അതിന് കുറച്ചുകൂടെ വേകാനുണ്ട്. അപ്പോൾ അത് വേകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നമ്മൾ 2 മിനിറ്റ് കൂടെ അത് മൂടി വെച്ച് ഒന്ന് വേവിക്കുക. ഒരു 2 മിനിറ്റിന് ശേഷം നമ്മളിത് മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ക്യാരറ്റ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയായി ക്യാരറ്റ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പക്ക ടെക്സ്ചർ, പക്ക മണം. ഇനി നമുക്ക് അതിനെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ അടിപൊളിയായ സൂപ്പറായൊരു ക്യാരറ്റ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് തയ്യാറാക്കിയ മെഴുക്കുവരട്ടി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു റെസിപ്പിയായി വീണ്ടും കാണാം. ബൈ ഫ്രം ഷെഫ് ലിഷൻ.